ഓക്കെ, മൺഡേ ആകുമ്പത്തേനും നോട്ട്സുകൾ അയക്കാത്തവര് അയക്കണം. ഒരാള് പോലും മൺഡേ മിസ് ചോദിക്കുമ്പോ എന്താ അയക്കാത്തതെന്ന് ചോദിക്കാൻ പാടില്ല, കാരണം അതിനു മുന്നേ അയച്ചിരിക്കണം. മനസ്സിലായില്ല എല്ലാവർക്കും? സോ നെക്സ്റ്റ് വൺ, I have sent a written message to third standard class group regarding your cursive writing. Did you see that? Okay, when are you going to submit that? You should submit it on Monday and Thursday. These 2 days we have English classes. So one page on Monday and next page on Thursday before 4 o'clock. You should write it neatly and then you have to send it. അത് നീറ്റ് ആയിട്ട് വൃത്തിയിൽ എഴുതി അയക്കണം. നെവർ ഷുഡ് റൈറ്റ് വിത്ത് പെൻ. യു ഷുഡ് യൂസ് ഓൺലി പെൻസിൽ. പെൻസിൽ മാത്രം ഉപയോഗിച്ചിട്ട് വേണം എഴുതി അയക്കാൻ, കേട്ടോ? എന്റെ വീട്ടില് പപ്പ എനിക്കൊരു പുതിയ പേന വാങ്ങിക്കൊണ്ട് തന്നു, ഞാൻ എന്നാ പിന്നെ ഇന്ന് കർസീവ് റൈറ്റിംഗ് പെണ്ണ് കൊണ്ട് എഴുതുന്നതെന്ന് പറഞ്ഞുകൊണ്ട് എഴുതരുത്, കേട്ടോ? ഹൗ യു ഹാവ് ടു റൈറ്റ്? യൂസ് ഓൺലി പെൻസിൽ ഇൻ കർസീവ് റൈറ്റിംഗ്. വൈ? വാട്ട് ഈസ് ദ റീസൺ ഫോർ ദാറ്റ്? If there are mistakes, you cannot erase it if you are writing with a pen. But if you are using pencil, you can erase it. 1 second. Okay. So, if you are using pencil, what will happen? Mistake ഉണ്ടെങ്കിൽ നമുക്ക് മായ്ക്കാൻ പറ്റുമോ? പെന്നും കൊണ്ട് എഴുതിയാല് ഇല്ല. അപ്പൊ നിങ്ങൾ കർസീവ് റൈറ്റിംഗിൽ എപ്പോഴും പെൻസിൽ ഉപയോഗിച്ച് എഴുതാവുള്ളൂ. മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എന്താ ഫാത്തിമ മെഹറിന് ഇപ്പൊ എഴുതുന്ന മുത്തേ? ആരും കർസീവ് റൈറ്റിംഗ് എഴുതണ്ട കേട്ടോ. അതിന് ടൈം തന്നിരിക്കുന്ന നെക്സ്റ്റ് മൺഡേ ആണ് ഇനി സബ്മിറ്റ് ചെയ്യേണ്ട ഫസ്റ്റ് പേജ്. ആൻഡ് തേഴ്സ്ഡേ ആകുമ്പത്തേന് സെക്കൻഡ് പേജ്. ഡെയിലി 1 page enough. No need to write the whole book tomorrow itself. Did you understand what I said? Only 1 page, 1 page. So weekly 2 pages, that's all. അടുത്ത ആഴ്ച നമുക്ക് ചിലവർ എന്ത് ചെയ്യുന്നു, ഒരു 5-6 പേജ് ഒന്നിച്ചെഴുതും. ഇന്ന് എനിക്ക് നല്ല മൂഡായിരുന്നു, അതുകൊണ്ട് 5-6 പേജ് ഒന്നിച്ചു. അങ്ങനെ എഴുതല്ലോ കേട്ടോ. 1 പേജ് 1 ദിവസം. എല്ലാം കൂടി നോക്കി മിസ് സ്റ്റാർ ഓഫ് ദ മന്ത് തീരുമാനിക്കുന്നത്. ഏത് കുട്ടിയാണ് ഇതെല്ലാം പറയുന്ന പോലെ അനുസരിക്കുന്നതെന്ന് നോക്കിയിട്ടാണ്. ഓക്കെ, എല്ലാവർക്കും സ്റ്റാർ ഓഫ് ദ മന്ത് ആകണ്ടേ? അതുകൊണ്ട് ഓക്കെ. സോ 1 പേജ് വീതം എഴുതണം. അതും എഴുതുമ്പോൾ മമ്മിയോ പപ്പയോ ആരെങ്കിലും അടുത്തുണ്ടെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. അവര് ഫ്രീ ആകുന്ന സമയത്തും കൂടെ നോക്കിയിട്ട് എഴുതുക. കാരണം എന്താന്ന് വെച്ചാൽ ഇത്തിരിയൊക്കെ തെറ്റിപ്പോയി അവർ പറഞ്ഞു തരികയല്ലേ. സ്വന്തമായിട്ട് എഴുതുന്ന സമയത്ത് എന്ത് പറ്റും? ചിലപ്പോൾ തെറ്റിപ്പോകും. അവരടുത്തുണ്ടെങ്കിൽ ചേട്ടനോ ചേച്ചിയോ അങ്ങനെ ആരെങ്കിലും അടുത്തുണ്ടെങ്കിൽ നല്ലതായിരുന്നു, കേട്ടോ? എന്നിട്ട് എഴുതിയിട്ട് മമ്മീനൊക്കെ കാണിക്കണം. എന്നിട്ട് വേണം ഫോട്ടോ എടുത്തിട്ട് വരാം. അപ്പൊ മമ്മി പറയും മിസ്റ്റേക്ക് ഉണ്ട്, റബ്ബ് ചെയ്തിട്ട് റീറൈറ്റ് എന്ന് പറയും. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? അപ്പൊ നോട്ട് മിസ് എഴുതി അയച്ചു തന്ന നോട്ടുകളൊക്കെ നിങ്ങൾ കണ്ടു. അതെല്ലാം ക്ലിയർ ആയിട്ട് എഴുതണം. പേരൻസിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് എഴുതണം. കാരണം മിസ് ക്വസ്റ്റ്യൻസ് ഒന്നും എഴുതിയിട്ടില്ല, ഒൺലി ആൻസേഴ്സ്. മിസ് അന്ന് പറഞ്ഞായിരുന്നു ആൻസർ മാത്രമേ എഴുതിയിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കി ക്വസ്റ്റ്യൻ എഴുതണം. പിന്നെ ടെക്സ്റ്റ് ബുക്കിലേക്ക് ആൻസേഴ്സ് എഴുതാൻ പറ്റുന്നതൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ നിങ്ങൾ എഴുതിക്കോ. അപ്പൊ ക്വസ്റ്റ്യൻ എഴുതണ്ടല്ലോ, ആൻസർ മാത്രം എഴുതിയാൽ മതി. പക്ഷെ എല്ലാം അങ്ങനെ എഴുതാൻ പറ്റത്തില്ല. അപ്പൊ അത് നിങ്ങൾ നിങ്ങളുടെ 4 ലൈൻ ബുക്കിലേക്ക് എഴുതണം. നീറ്റ്ലി ദോസ് ഹു റൈറ്റ് നീറ്റ്ലി വിൽ ഗെറ്റ് സ്റ്റാർ ഓഫ് ദി മന്ത്. ഞാൻ നോക്കും ആരാണ് ഏറ്റവും വൃത്തിയിൽ എഴുതിയേക്കുന്നത്, കേട്ടോ? ഓക്കെ, ടേക്ക് പേജ് നമ്പർ എത്രാമത്തെ പേജാണത്? 8 അല്ലേ? പ്ലസ് ഓർമ്മ നോക്കിയില്ലായിരുന്നോ? നോക്കി. നെക്സ്റ്റ് പേജ് നമ്പർ 8 സബ്മിറ്റ് അപ്പ്. സി ദിസ് വൺ. എടുത്ത എല്ലാവരും ഇങ്ങനൊന്ന് കാണിച്ച് എടുത്തെങ്കില് മിസ് ഒന്ന് അറിയട്ടെ. ചോറ് കഴിക്കാത്തോണ്ട് വിശക്കാൻ തുടങ്ങിയെന്ന് തോന്നുന്നു ചിലർക്കൊക്കെ. വയറ്റിൽ നിന്ന് മൂടാൻ തുടങ്ങി അല്ലേ അന്നമ്മേ? ഓക്കെ. സോ അവിടെ നിങ്ങൾ പെൻസിലും കൊണ്ട് ഇപ്പൊ എഴുതണ്ട. നിങ്ങൾ അത് തികയത്തില്ലായിരിക്കും. തികയുമെങ്കിൽ പിന്നെ നിങ്ങൾ മിസ് വാട്സപ്പിൽ അയച്ചൊന്ന് നോക്കി എഴുതിയാൽ മതി.
എഴുതിയവർ ഇനി പറയണ്ട കേട്ടോ. ഗുഡ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി ആരും എഴുതി 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 എന്ന് പറയണ്ട. എഴുതാത്തവരെല്ലാം മൺഡേ ആകുമ്പോഴത്തേക്ക് എഴുതി അയച്ചു തന്നാൽ മതി കേട്ടോ. എഴുതിയവര് സൈലന്റ് ആയിട്ടിരിക്കാം. മിസ് വായിക്കാൻ വേഗം വേഗം നമുക്ക് തരണം. One day a kind man gave Ali a loaf, piece of loaf, അല്ലേ? ഒരു പീസ് ഓഫ് ലോഫ് അല്ലേ കൊടുത്തു. അതായത് എന്താ കൊടുത്ത ഒരു ദിവസം അവന്? A loaf of bread, അതായത് ബ്രെഡ് കൊടുത്തു അല്ലേ? നെക്സ്റ്റ്, അലി went to an inn to dash. എന്തിനാണ് ഇന്നിലേക്ക് പോയത്? സത്രത്തിൽ പോയത്, ഹോട്ടലിൽ പോയത് എന്തിനാണ്? Get some soup. Very good. To get some soup. സൂപ്പ് കിട്ടാൻ വേണ്ടിട്ടാണ് പോയത് അല്ലേ? മക്കൾ ഇപ്പൊ ആരും അവിടെ എഴുതണ്ട. മിസ് വാട്സപ്പിൽ അയച്ചു തന്നിരിക്കുന്ന സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ നോക്കി അങ്ങോട്ട് എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ. ഹന്നക്കുട്ടി, ഹന്ന വർഗീസേ, ഹന്നമ്മയുടെ വീട്ടിൽ ഞാൻ ഇപ്പൊ വരും. പൊക്കും അവിടുന്ന്. വർത്താനം പറഞ്ഞോണ്ടിരിക്കണോ? നെക്സ്റ്റ്, എഴുതിയോ നോക്കുവാണോ? ഇവിടെ ഒരു ചൂറിലുണ്ട്, അത് എടുത്തിട്ട് അങ്ങോട്ട് വരും. നെക്സ്റ്റ്, the innkeeper dash was rude. Innkeeper was rude. Rude എന്ന് പറഞ്ഞാൽ എന്തുവാ? What is the meaning of rude? ദുഷ്ടൻ. rude. നിങ്ങളെ പോലെയാണോ? Is he like you? Are you rude? നിങ്ങളൊക്കെ rude ആണോ? No. Those who are rude, please raise the hand. Those who are rude. നോക്കട്ടെ ആരൊക്കെയാണെന്ന്. റൂഡ് ആരുമില്ലേ? മിസ് മാത്രമേ ഉള്ളൂ റൂഡ്. ഹിബ ഫാത്തിമ ഈസ് റേസിംഗ് ദ ഹാൻഡ്. ഹിബ, ആർ യു റൂഡ്? അവിടെ ഉണ്ട്. ഷിഫാന ഏജി, ഷിഫാന കുട്ടി, ഷിഫാന റൂഡാണോ? ദുഷ്ടിയാണോ? റൂഡ് എന്ന് പറഞ്ഞാൽ ആരാ? റഫ് പേഴ്സൺ. നോ. ഓക്കെ ഓക്കെ. അപ്പൊ ഇവിടെ ആരുമില്ല. മിസ് മാത്രമേ കൈ പൊക്കിയുള്ളൂ അല്ലേ? വേറെ ആരും കൈ പൊക്കിയില്ല. ഓക്കെ, യു ആർ ഗുഡ് ചിൽഡ്രൻ. വെരി ഗുഡ്. നല്ല മക്കളാ കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ആരും റൂഡല്ല. പക്ഷെ മിസ് ചില സമയത്ത് റൂഡാകും. എപ്പോഴാ റൂഡാകുന്നതെന്ന് അറിയാവോ? എപ്പോഴാ റൂഡാകുന്നേ? എപ്പോഴാ അറിയിക്കാം മിസ് റൂഡാകുന്നത്? ഒരിക്കലും അറിയത്തില്ല. എന്നാ പിന്നെ നമ്മുടെ അമന്യ ഒന്ന് പറഞ്ഞു വിട്ടേ, എപ്പോഴാ മിസ് റൂഡാകുന്നത്? ദേഷ്യം വരുമ്പോ അല്ലെ? എങ്ങനെ ദേഷ്യം വരുന്നേ? ഹോംവർക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ, ക്ലാസ്സിലെ കുരുത്തക്കേട് കാണിച്ചോണ്ടിരുന്നാല് ഒക്കെ റൂഡാകും അല്ലേ? ഓക്കെ. ഇതിനെങ്ങോട്ട് എണീറ്റ് പോകുന്ന കുഞ്ഞു? ശരി ശരി ശരി. സോ ദ ഇൻകീപ്പർ വാസ് റൂഡ്. നെക്സ്റ്റ്, ആരോ മാർക്ക് താഴോട്ട് ഇട്ടേക്കുന്നു കേട്ടോ. അപ്പം ഇപ്പുറത്തെ അലി സെഡ് എന്നുള്ളതല്ല വേണ്ട, ആരോ മാർക്ക് നോക്കി നിങ്ങൾ അവിടെ ആൻസർ എഴുതണം കേട്ടോ. അതുകൊണ്ട് തന്നെ മിസ് തന്നിരിക്കുന്നതിന്റെ ആരോ മാർക്ക് റൈറ്റ് സൈഡിലേക്കാണോ ലെഫ്റ്റ് സൈഡിലേക്കാണോ ഡൗൺ വേഴ്സ് ആണോ എന്നൊക്കെ നോക്കണം. ഓക്കെ. നെക്സ്റ്റ്, അലി ഹെൽഡ് ദ ലോഫ് ഓവർ ദ സൂപ്പ് ടു ഡാഷ്. അലി ആ ബ്രെഡ് അല്ലെങ്കിൽ ആ അപ്പക്കഷ്ണം സൂപ്പിന്റെ മേളിൽ പിടിച്ചു. എന്തിനായിരിക്കും? Get the steam of flavor. To get the steam of flavor. Steam, അതായത് ഫ്ലേവറിന്റെ, സൂപ്പിന്റെ Steam of the ഫ്ലേവർ. ഓക്കെ ഓക്കെ ഓക്കെ. സോ നമ്മുടെ സൂപ്പിന്റെ സ്റ്റീം ഫ്ലേവർ, അതായത് സ്മെല്ല്, മണമൊക്കെ കിട്ടാൻ വേണ്ടിട്ട്. Then the innkeeper demanded dash. Innkeeper എന്താ ഡിമാൻഡ് ചെയ്തേ? payment for payment for the smell of soup. Okay. Ali said that dash. Ali എന്താ പറഞ്ഞേ അപ്പം? I had no money. He had no money. Ali പറഞ്ഞു sorry sir, I don't have any money എന്ന് പറഞ്ഞു. Then what did the innkeeper do? The innkeeper took him dash To the court. To the court. To the court. കോർട്ടിലേക്ക് കൊണ്ടുപോയി. ഹിബ പ്ലീസ് ഒന്ന് മ്യൂട്ട് ചെയ്തേ മുത്തേ. ആരുടെയൊക്കെയോ സൗണ്ടുകൾ വരുന്നുണ്ട്. ഹിബയുടെ സൗണ്ട് അല്ലത്. ഫാത്തിമ മെഹറിന്റെ ആണോ? ഞാനാ മ്യൂട്ട് ചെയ്യാനല്ലോ.
നെക്സ്റ്റ് ഹോജ took out dash. ഹോജ എന്താ പുറത്തേക്ക് എടുത്തത്? A bag of coins. He said that the sound dash. Sound of coins are a shade of smell of സൂപ്പിന് പകരം ആയിക്കോളൂ എന്ന് പറഞ്ഞു. ഈ സൂപ്പിന്റെ സ്മെല്ലിന് പകരം ഈ കോയിന്റെ സൗണ്ട് മതി എന്ന് പറഞ്ഞു. ഓക്കെ മക്കൾ, അത് കൃത്യമായിട്ട് ഫോണിൽ നോക്കി എഴുതണം കേട്ടോ. നെക്സ്റ്റ്, ഇത് നിങ്ങൾക്ക് ഇപ്പൊ ചെയ്യാം. ചെയ്യാത്തവര് ചെയ്തവർ അവിടെ മിണ്ടാതിരുന്നാ മതി. ടിക്ക് മാർക്ക് ഒക്കെ ഇട്ടോന്ന് നോക്കുക. എന്താ ഫസ്റ്റ് വൺ, അലി വാസ് എ ഡാഷ് ജഡ്ജ് പൂവർ മാൻ. അലി ആരായിരുന്നു? ജഡ്ജ് ആണോ പൂവർ മാൻ ആണോ? പൂവർ മാൻ. ഓക്കെ. ഓക്കെ, എപ്പോഴും പാടിക്കൊണ്ടിരിക്കണ്ട. ഒരു തവണ ഒരാൾ പറഞ്ഞാൽ മതി, ബാക്കിയുള്ളവർ കേട്ടിട്ട് പിന്നെ പറയണ്ട കേട്ടോ. അപ്പൊ പുട്ട് ടിക്ക് മാർക്ക് ഫോർ പൂവർ മാൻ. ഇട്ടവര് ഇനി ഇടണ്ട. Those who did not write. Next, second question. He wanted dash some soup to have with his bread to steal from the innkeeper. Okay, A is the answer. Some soup to have with his bread. അനീറ്റ കുട്ടിക്ക് എന്താ ഒരു എന്താ പറയുന്നേ, ഹാപ്പി അല്ലാത്ത ബർത്ത്ഡേ? എന്ത് പറ്റി അനീറ്റ മോളെ? ചേച്ചി അവിടുന്ന് കുശുമ്പ് കുത്തുന്നുണ്ടോ? ഇല്ല, പിന്നെ എന്താ അങ്ങനെ ഇരിക്കുന്നേ? ഞാൻ കണ്ടായിരുന്നു ഇങ്ങനെ അങ്ങനെ ഇരിക്കുന്നേ. എന്ത് പറ്റി? ആരാ കുശുമ്പ് കുത്തുന്നേ? ആരുമില്ല? തന്നെ ഇരുന്നത് കൊണ്ടാണ് അങ്ങനെ ഇരുന്നേ? ഓക്കെ മൂത്തെ. നെക്സ്റ്റ് എന്തുവായിരുന്നു? തേർഡ് ക്വസ്റ്റ്യൻ. ദ ഇൻകീപ്പർ ഡിമാൻഡഡ് പേയ്മെന്റ് ബിക്കോസ് അലി ഡാഷ് ഹാഡ് സ്മെൽറ്റ് ഹിസ് സൂപ്പ്, ate the loaf of bread. His soup. Okay. A is the answer. Put tick mark for A. Third one's A. എല്ലാരും ചെയ്തു. ഇത് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? എന്നാ പിന്നെ ഒന്ന് കൈപൊക്കി കൊണ്ടാത്ത ചെയ്യാത്തവരുണ്ടെന്നെങ്കിൽ പിന്നെ നമ്മള് എല്ലാരും ചെയ്താണ് പിന്നെ സമയം ഒരുപാട് കളയണ്ടല്ലോ. ഡൊമിനിക്ക് ചെയ്യാനുണ്ടല്ലേ മോനെ? ഓക്കെ, വേഗം ചെയ്യണം കേട്ടോ. ഡൊമിനിക്ക് ചെയ്തോ? അയ്യോ, അതാരാ മ്യൂട്ട് ചെയ്തിട്ട് വലിയ സൗണ്ടിൽ സംസാരിക്കുന്ന? ഹന്നമ്മ, അൺമ്യൂട്ട് ചെയ്ത് വെച്ച ഇത്ര സൗണ്ടോ അന്നമ്മയുടെ വീട്ടില്? അത് അൺമ്യൂട്ട് ചെയ്ത് വെച്ചിട്ട്. ഓക്കെ, അമ്മേനെയൊക്കെ ഓടിച്ചു വിട് അവിടുന്ന്. ഈ ക്ലാസിന്റെ അവിടെയാണോ അമ്മേനെ? ഞാൻ വരുന്നുണ്ടെന്ന് പറയാം. ചൂറിലായിട്ട് മെസ്സിനിസ് വരും എന്ന് പറയാം. റൂഡാന്ന് പറയാം. റൂഡ് മെസ്സിനിസ് റൂഡ് എന്ന് പറയാം. Okay, next fourth one. Hoja was dash an innkeeper, a judge. Okay, good. Okay, good. Next one is E. Answer these questions. What did Ali do when the innkeeper told him to move along? Ali ഇൻകീപ്പർ അവനോട് ഇറങ്ങി പോകാൻ പറഞ്ഞപ്പോൾ ഇവൻ കയറി വന്നു കഴിഞ്ഞപ്പോൾ എന്താ പറഞ്ഞേ? നോ ബെഗേഴ്സ്, നോ 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 ഗോ ഗോ എന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ വാടിഡ് അലി ഡു, അലി എന്താ ചെയ്തേ അപ്പോൾ? ഇതിനിടയ്ക്ക് ഏതാ വിട്ടുപോയല്ലോ? he held the loaf over the steam of soup. സൂപ്പിന്റെ സ്റ്റീമിന്റെ മേളില് അവന്റെ കയ്യിലിരുന്ന അപ്പം അല്ലെങ്കിൽ ബ്രെഡ് പീസ് പിടിച്ചു. ഓക്കെ, നെക്സ്റ്റ്. Why did the innkeeper drag Ali to court? എന്തുകൊണ്ടാണ് അലീനെ കോർട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്, വലിച്ചു കൊണ്ടുപോയത്? Why did the innkeeper drag Ali to? The innkeeper dragged Ali to the court to get payment from him. To get the payment from him. Okay, അവന്റെ കയ്യിൽ നിന്ന് പേയ്മെന്റ്, അതായത് സൂപ്പിന്റെ എന്താ പറയുന്ന ഫ്ലേവർ വന്ന് സ്മെല്ല് വന്ന് അവന്റെ ബ്രെഡിലേക്ക് കിട്ടിയതുകൊണ്ട് അതിന്റെ പൈസ വേണമെന്ന് പറഞ്ഞിട്ടല്ലേ? ഞാനൊരു കാര്യം ചോദിക്കാൻ വിട്ടു. ഞാൻ കഴിഞ്ഞ ദിവസം ലെസൺ വായിച്ചിട്ട് മിസ്സിന് വോയിസ് വിടണം എന്ന് പറഞ്ഞിട്ട് ആകെ 4 പേരാണല്ലോ അയച്ചത്. ബാക്കിയുള്ളവരൊന്നും വായിച്ചില്ല. ഒരു പാരഗ്രാഫ് എങ്കിലും ലെസൺ ഫുള്ള് വായിക്കണമെന്നൊന്നും
പ്ലീസ് മ്യൂട്ട് യുവർ സെൽഫ്. എല്ലാവരും മ്യൂട്ട് ചെയ്ത് വെച്ച്. അതിനിടയ്ക്ക് ആരാണ് മ്യൂട്ട് ചെയ്തേക്കുന്ന ആള്? നാഫി പ്ലീസ് മ്യൂട്ട് യുവർ സെൽഫ്. നാഫി പ്ലീസ് മ്യൂട്ട് ചെയ്ത് വെച്ച്. ജാസ്മിൻ, അതാരാ? ജാസ്മിൻ ആരാണ്? മോന്റെ പേരെന്താ മുത്തേ? മുഹമ്മദ് റാസി. എന്തോന്നാ? മുഹമ്മദ് റാസി. മുഹമ്മദ് റസീന. റാസി. റാസി. പുതിയ കുട്ടിയാണോ മുത്തേ? ആ, അതാ മിസ് കണ്ടിട്ടില്ല, കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിട്ടില്ല. ഓക്കെ, ഇനി മോന്റെ പേരിൽ കയറണം കേട്ടോ. ഇനി കയറുമ്പളേ കേട്ടോ. മുഹമ്മദ് റാസീൻ. ഇനി മോൻ കയറുമ്പോ മോന്റെ പേരിൽ തന്നെ കയറണം കേട്ടോ. ഓക്കെ, ശരി. കേൾക്കുന്നില്ല. എടാ മോനെ, ബാക്കി എല്ലാവർക്കും കേൾക്കുന്നുണ്ട്, മോന് കേൾക്കുന്നില്ല. മോന്റെ നെറ്റ് പ്രോബ്ലം ആയിരിക്കും കേട്ടോ മുത്തേ. ഇവിടെ മഴയാ. ഇതൊന്നും കാണുന്നില്ല. ടീച്ചർ, യെസ്. എന്താ ഹോംവർക്ക്? ഹോംവർക്ക് ആയില്ല, പറയാം. ഹോംവർക്ക് ഞാനിപ്പോ എല്ലാവരും മ്യൂട്ട് ചെയ്ത് വെച്ചു. ഞാൻ മ്യൂട്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞിട്ട് എന്താ നിങ്ങൾ സ്വന്തം മ്യൂട്ട് ചെയ്ത് വെക്കാത്ത? ഇടയ്ക്ക് എല്ലാം അൺമ്യൂട്ട് ചെയ്തോണ്ടിരിക്കുന്നേ. ഞാൻ ഹോംവർക്ക് പറഞ്ഞിട്ടില്ല, ഹോംവർക്ക് പറയും, ലാസ്റ്റ് എത്തുമ്പോൾ പറയും. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് റീഡ് ദ ലെസൺ ആൻഡ് സെൻഡ് ദ വോയിസ് ക്ലിപ്പ് എന്ന് പറഞ്ഞിട്ട് 4 സ്റ്റുഡൻസ് മാത്രമാണ് എനിക്ക് വിട്ടേക്കുന്നത്. ഇപ്പൊ കണ്ണു പിഴിക്കണ്ട, അതായത് അന്ന് പറഞ്ഞ കാര്യമാണ്. 2-3 ദിവസം കഴിഞ്ഞിട്ട് ഇപ്പൊ ചോദിച്ചു കഴിയുമ്പോൾ കണ്ണു പിഴിച്ചിട്ട് എന്താ കാര്യം? അപ്പോള് അന്ന് വോയിസ് വിടാത്ത എല്ലാവരും ഇന്ന് ലെസൺ വായിച്ചിട്ട് ഒരു പാരഗ്രാഫ് മതി. പക്ഷെ ഫുൾ ലെസൺ വേണമെന്നൊന്നുമില്ല, പക്ഷെ അത് അയച്ചിരിക്കണം. മനസ്സിലായ പറഞ്ഞത്? അലി ആൻഡ് ഇൻകീപ്പർ, നിങ്ങൾക്ക് ഈ വായിക്കാൻ ഈസി ആയിട്ടുള്ള ഒരു പാരഗ്രാഫ് വായിച്ചാലും മതി. ഓക്കെ, അത് വായിച്ചിട്ട് വോയിസ് വിട്ടിരിക്കണം. കേട്ടല്ലോ? നെക്സ്റ്റ് മൺഡേ യു വിൽ ഹാവ് ഡിക്റ്റേഷൻ. അടുത്ത മൺഡേ നിങ്ങൾക്ക് ഡിക്റ്റേഷൻ ഉണ്ടായിരിക്കും. ഈ ആൻസേഴ്സ് എല്ലാം അതിനു മുമ്പേ അയച്ചിരിക്കണം. നെക്സ്റ്റ് മൺഡേ യു വിൽ ഹാവ് ഡിക്റ്റേഷൻ. ഐ വിൽ send the dictation words in a WhatsApp group. You should study and then Monday first we will have a dictation. Okay? മനസ്സിലായോ എല്ലാവർക്കും? ഡിക്റ്റേഷൻ ഫുള്ള് മാർക്ക് വാങ്ങുന്നവർക്ക് സമ്മാനം ഉണ്ട് കേട്ടോ. How many of you want prize? ഋഷികേശിന് പ്രൈസ് ഒന്നും വേണ്ടെന്ന് തോന്നുന്നു അല്ല ഋഷികേശ്? കുര്യൻ ജോസഫിനും വേണ്ടെന്ന് തോന്നുന്നു, കാണിക്കുന്നില്ലോ. അനീറ്റയ്ക്കും വേണ്ട? വേണം. അപ്പൊ എല്ലാവർക്കും വേണം എങ്കിൽ പഠിക്കണം കേട്ടോ. ഞാൻ നോക്കൂ ആരാണ് ഈ ക്ലാസ്സിലെ സ്റ്റാർ ഓഫ് ദ മന്ത് എന്നുള്ളത്. സോ യു ഷുഡ് സ്റ്റഡി ദ ഡിക്റ്റേഷൻ വേർഡ്സ്. ഞാൻ വേർഡ്സ് അയച്ചു തരും കേട്ടോ, അത് പഠിക്കണം, സ്പെല്ലിംഗ് പഠിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ കഴിഞ്ഞു. എഫ് തിങ്ക് ആൻഡ് ആൻസർ. Do you think Hoja's judgment was fair? Do you think that Hoja's judgment was good? Yes, it was good. And what is the reason for that? Because he was greedy man. Who? Innkeeper was greedy, and so he got the same type of answer. അവർ അതേപോലെയുള്ള നാണയത്തിൽ തന്നെ തിരിച്ചു വിട്ടു. ക്രിസ്റ്റിക്കുട്ട, ക്രിസ്റ്റി ലിബിൻ, കൊതുകുണ്ടോ മോനെ? ഭയങ്കര ശല്യം അല്ലേ? ഒരു കൊതുകുതിരിയെ കത്തിച്ചു വെക്കാൻ പറയട്ടാ, കൊച്ചിനാണ് വല്ലാണ്ട് കടിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് പ്ലേ വിത്ത് വേർഡ്സ്. വർക്ക് ഷീറ്റ് ക്രോസ് ഔട്ട് മീൻസ് റോങ് വേർഡ്സ്. ഇതിൽ മാച്ച് ചെയ്യാത്ത വേർഡ്സ് ഏതാണോ? ഓഡ് വൺസ്. ജഡ്ജ്, കോട്ട്, ലോ, ബ്രെഡ്. ഓൾറെഡി ബ്രെഡ് ഈസ് ക്രോസ്ഡ്. സെക്കൻഡ് വൺ, സമ്മർ, മോർണിംഗ്, വിന്റർ, സ്പ്രിംഗ്. ആൻസർ ഈസ് മോർണിംഗ്. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദാറ്റ്? ദ അതേഴ്സ് ആർ seasons. Summer season, winter season, spring season. അതിനകത്ത് മോർണിംഗ് അതിനകത്ത് മാച്ച് ആവാത്തത്. ഓക്കെ, സോ ഇഫ് യു ഹാവ് നോട്ട് put wrong mark for a morning. Next, third one, crow, butterfly, cat, sparrow. In that, which one will be the answer? Cat will be the answer. What is the reason for that? Because others can fly, isn't it? Butterfly can fly, crow can fly,
and sparrow can fly. But can a cat fly? Can a cat fly? No. If cat fly, what will happen? What will happen if cat fly? Hannah Varghese, please stop writing and answer me. What will happen if cat fly? Hannah Alice in Wonderland പോലെ ഇങ്ങനെ കറങ്ങി നടക്കുമായിരുന്നു അല്ലേ? What will happen if a cat fly? അമ്മയോടല്ല ചോദ്യം, ഹന്നമ്മയുടെ ചോദ്യം. ഹന്നമ്മ പറഞ്ഞു അമ്മ എന്നമ്മേന്ന് ചോദിക്കുന്നല്ലേ? കൊച്ചു കള്ളി. ആൻസർ മീ. അറിയാമോ? പ്ലീസ് അൺമ്യൂട്ട്. വേം സമയമില്ല. അൺമ്യൂട്ട് ചെയ്ത്. ഹന്ന വർഗീസ് പ്ലീസ് അൺമ്യൂട്ട് യുവർസെൽഫ്. അയ്യോ അറിയില്ല. ഞാൻ നിന്റെ പെൻസിൽ ഇവിടെ താഴെ വെച്ചിട്ട് ക്ലാസ് ശ്രദ്ധിക്കും കേട്ടോ. അമന്ന രാജേഷ്, വാട്ട് വിൽ ഹാപ്പൻ ഇഫ് എ ക്യാറ്റ് ഫ്ലൈ? Cat cannot fly. അല്ല, ക്യാറ്റ് cannot fly. If a cat fly, what will happen? എന്ത് സംഭവിക്കും? It will fall down. Very good. അന്നമ്മ കേട്ടാ? എന്ത് സംഭവിക്കും കാറ്റിന് പറന്നാല്? ഇട്ട പൊത്ത താഴെ വീഴും. അന്ന് ചേട്ടായി വീണില്ലേ അതുപോലെ. ഓക്കെ ശരി. Crow, butterfly, cat and sparrow. So put a wrong mark for cat. Next one is baby, boy, girl, kite. So answer is kite. Kite is a flying material. നമ്മള് ഇങ്ങനെ പറപ്പിക്കുന്ന ഒരു സാധനമാണ് അല്ലെ? ബാക്കിയുള്ളതൊക്കെയോ ബേബി, ബോയ്, ഗേൾ ഇതൊക്കെ കുട്ടികൾ നിങ്ങളെ പോലെയുള്ള ഒരു ഉദ്ദേശമാണ്. So put a wrong mark for a kite. Next, last one, fifth one, sad, pleased, happy, delighted. These all are expressions. Expressions ആണ്. But in this pleased, happy, delighted ഇതെല്ലാം ഒരേ അർത്ഥമാണ്. അപ്പൊ answer is sad. Okay Hiba. Next, here some words have been given and fill in the blanks with the words from the box to express your feelings. Excited, scared, lonely, silly, sad, proud. What is the meaning of excited? Excited means happy and scared means afraid, പേടിച്ച്. lonely എന്ന് പറഞ്ഞാൽ എന്താണ്? തനിയെ, ആരുമില്ല, ഒറ്റയ്ക്ക്. നെക്സ്റ്റ് silly എന്ന് പറഞ്ഞാൽ നിസാരമായിട്ട്, എന്ത് എന്നുള്ള രീതിയിൽ നിസാരമായിട്ട്. നെക്സ്റ്റ് സാഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സങ്കടം, കരച്ചിലല്ലോ കേട്ടോ, സങ്കടമേ. അമ്മ വലിയ സങ്കടം വരികയല്ലേ? അതെയോ? ചിരിച്ചോണ്ടിരിക്കോ? ഇവിടെ ആരൊക്കെ ചിരിക്കും? Let me see how many of you are happy when mummy beats you? When mummy beats you? എറിക്കൊക്കെ ചിരിക്കുന്നുണ്ട്. എറിക്കിന് ഭയങ്കര സന്തോഷമായിരിക്കും അമ്മ തല്ലുമ്പല്ലേ എറിക്കെ. അനികൻ ചിരിക്കുന്നുണ്ട്. അന്നമ്മയാണ് ഭയങ്കര ചിരി, വാ പൊത്തി പിടിച്ചിരിക്കുക. അപ്പൊ അമ്മ തല്ലുമ്പോ നിങ്ങൾക്കൊക്കെ ഹാപ്പി അല്ലേ? എന്താ ഹിബ, അനീറ്റ എല്ലാരും ഹാപ്പി അല്ലേ? അയ്യോ എല്ലാവരും വായൊക്കെ പൊത്തി പിടിച്ചിരിക്കട്ടെ. എല്ലാരും ഹാപ്പിയാന്ന് തോന്നുന്നു. ഞാൻ മാത്രമേ സാടുള്ളൂ തോന്നുന്നു അമ്മ തല്ലിയാല്. ഓക്കെ. നെക്സ്റ്റ് വേർഡ് ഈസ് പ്രൗഡ്. പ്രൗഡ് മീൻസ് അഭിമാനം. ഇവിടത്തെ അർത്ഥം പ്രൗഡ് മീനിങ് വെച്ചാൽ അഭിമാനം എന്നൊക്കെയാണ് കേട്ടോ. So no one plays with you. How do you feel when no one plays with you? നിങ്ങളുടെ കൂടെ ആരും കളിക്കാതെ വരുമ്പോ എന്തായിരിക്കും? ലോൺലിനെസ് ആയിരിക്കും, ഒരു തനി ഏകാന്തതയായിരിക്കും അല്ലേ? ഓക്കെ. When your best friend is sick, do you all have friends? Do you have friends? Yes. Okay. Friends ഒന്നുമില്ലേ? അനീറ്റയ്ക്കൊന്നും ഫ്രണ്ട്സ് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. അനീറ്റയുടെ ഇരിപ്പ് കണ്ടിട്ട്. ഹീബയ്ക്കൊക്കെ ഉണ്ട്, മുഹമ്മദിനുണ്ട്. മുഹമ്മദിനില്ല ഫ്രണ്ട്? മുഹമ്മദ് ടി ഇങ്ങനെ കാണിക്കുന്നത്. അയ്യോ ഫ്രണ്ട്സ് ഒന്നുമില്ല. അനഘ സുരേഷ്, ഡോണ്ട് യു ഹാവ് ഫ്രണ്ട്സ്? ഉണ്ട്. ഓക്കെ. Then okay, when your friend is sick എന്ന് പറഞ്ഞാൽ എന്താണ്? അസുഖം. നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിന് സുഖമില്ല, പനിയാണ് അല്ലെങ്കിൽ അസുഖമാണെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും? You will be sad. Okay. Next, third one, you go to an amusement park. When you go to an amusement park,
Have you gone to Vismaya Park? Yes. Okay. When you go to Vismaya Park or any other amusement park, how you will be? You'll be excited, isn't it? You'll be very happy. Vismaya Park പോയിട്ട് അയ്യോ എന്ന് പറഞ്ഞ് കരഞ്ഞോണ്ടിരിക്കും ആരേലും? ഇല്ല, പിന്നെ എന്ത് ചെയ്യും? ഈ മാളവിക സുരേഷ് എവിടെ പോയി? മാളവിക സുരേഷ്, where are you? ഞാൻ നോക്കുമ്പോ അവിടെ ഡോറ് മാത്രമേ കാണുന്നുള്ളൂ, മാളവികനെ കാണുന്നില്ല. Okay. Muhammad Nafi, when you go to amusement park, how you will be? Vismaya Park അങ്ങനെ എവിടെയെങ്കിലും പാർക്കിൽ പോയത് എങ്ങനെയായിരിക്കും? ഹാപ്പി ഇരിക്കല്ലേ? Yes. So you will be excited. And fourth one, when you hear thunder, what is the meaning of thunder? You know, thunder എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ആർക്കെങ്കിലും അറിയാവുന്ന? അലൻ തോമസ് എവിടെ പോയായിരുന്നു? അലൻ തോമസേ എവിടെ പോയായിരുന്നു? ചോറ് വെന്തോന്ന് നോക്കാൻ പോയതാണോ? ക്ലാസ് ടൈമിലൊന്നും അങ്ങനെ എണീറ്റ് പോവില്ല കേട്ടോ. ഓക്കെ. So what is the meaning of thunder? Thundering means what? Amanna know the meaning of thundering. What is that, Amanna? Please unmute and say. ഇടി. ഇടി. ഇങ്ങനത്തെ ഇടിയല്ല, പിന്നെ ഏത് ഇടിയാണ്? ഇടിയും മിന്നലും. അത് തന്നെ, ഇടിയും മിന്നലും അല്ലേ? ഓക്കെ. തണ്ടറിങ് മനസ്സിലായില്ലേ? ഇല്ലേ? ഓക്കെ. ബ്രദർ നിങ്ങൾക്ക് തരുന്ന അല്ലെ, സിസ്റ്റർ നിങ്ങൾക്ക് തരുന്ന ആ ഇടിയല്ല, ഇത് വലിയ ഇടി അല്ലേ? ഓക്കെ. നെക്സ്റ്റ്, സോ വെൻ യു ഹിയർ തണ്ടർ, ഹൗ യു വിൽ ബി? നമ്മുടെ ടൈം ഇപ്പൊ കഴിയും മക്കളെ. ക്ലാസ് കട്ടാൻ അങ്ങോട്ടോ ബയ്യൊന്നും പറയാൻ സമയമില്ല. സ്കേഡ് മീൻസ് പേടിച്ചു പോകുക. ഇടി വരുമ്പോ പേടിയില്ലേ? വലിയ ഇടി പെട്ടപ്പോൾ പേടിയില്ലാത്ത ആരോ ഉള്ളത്? നോക്കട്ടെ, ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ ആരോ ഉള്ളതെന്ന്, തേർഡ് സ്റ്റാൻഡേർഡിൽ ആരോ ഉള്ളതെന്ന്. ഇല്ല, കൊച്ചു കള്ളത്തിലൊന്നും പറഞ്ഞ് കൈയൊന്നും പൊക്കണ്ടേ. ആഹാ അമ്മ നല്ലമ്മ ചിരിക്കും എന്ന് പറഞ്ഞ കൊച്ചു കള്ളന്മാരും കള്ളികളും ഒക്കെ അല്ലേ ഇത്? എന്നിട്ട് ഇപ്പൊ പറയാ തണ്ടറിങ്ങിനെ പേടിയില്ല എന്നല്ലേ? നെക്സ്റ്റ്, when your sister wins a prize,